ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള രാത്രികാല സമയങ്ങളിലെ ചിന്തകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. പരമാവധി നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. ഈ ഒരു റീഡിങ് നടക്കുന്ന സമയത്ത് പരമാവധി എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്? ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ അവർ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഒരു ചിന്തകൾ, അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്? ലേറ്റ് നൈറ്റ് തോട്ട്സ്, ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. അപ്പോൾ 7 of Wands ആണ് നമുക്കൊരു മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൃദയവേദനയുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു ലോസ് ഫീലിങ്സ് അവർക്കുണ്ട്. എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടബോധം അവരിൽ കാണുന്നുണ്ട്. അത്രയും ഒരു വേദന ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. മീൻസ് അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് അവരുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് കാണുന്നുണ്ട്. അതായത് അവർക്ക് അതിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിയില്ല. നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഇനി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരണമോ, കമ്മ്യൂണിക്കേഷൻ നടത്തണമോ, ഇങ്ങനെ ഒരു ഓപ്ഷനായിട്ട് ഇതിനെയും ഒരു ഓപ്ഷനായിട്ട് അവർ കാണുന്നു. അത്തരത്തിലുള്ള ഓപ്ഷനാണ്, അല്ലാതെ മറ്റ് ഒരു റിലേഷൻഷിപ്പോ അതുപോലുള്ള ഓപ്ഷൻ അല്ല. അപ്പോൾ അതുപോലെ തന്നെ ലൈഫിൽ അവർ സാമ്പത്തികപരമായി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സാഹചര്യം അവർ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്തതിന് ഒരുപാട് റീസൺസ് കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. നിങ്ങളെ അറിയാത്തതായിട്ടുള്ള ഒത്തിരി സീക്രട്ടുകൾ, രഹസ്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ലൈഫിൽ ഒരുപാട് ഒത്തിരി പ്ലാനുകളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ് കണ്ട ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഫാമിലി, കുട്ടികൾ, വീട്, ഇതെല്ലാം ഈ ഒരു വ്യക്തി ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം തന്നെ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്ന ഒരു നിമിഷം ലൈഫിൽ ഉണ്ടാകുമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് വലിയൊരു തടസ്സം, ഇതിനൊക്കെ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തടസ്സം അവരുടെ മുന്നിലുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഒന്നിച്ചു ചേരലിന് വലിയൊരു തടസ്സം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അതിന് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്ന് ഈ വ്യക്തിക്ക് ഇപ്പോഴും ഒരു ഐഡിയയുമില്ല. മേ ബി ചില വ്യക്തികൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാകും. കുറച്ച് ഒരു ഷാഡോ വർക്കൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്നൊക്കെ പറയാം. അപ്പം അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം അവരെടുക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് അവർ ചിന്തിക്കുന്നത് അതിന് നെഗറ്റീവ് സൈഡിനെ കുറിച്ചാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിന് മാത്രമുള്ള പ്രോബ്ലംസ് ഉള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പം മേ ബി അതൊരു കാസ്റ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലി എതിർക്കുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പോ ഒക്കെ ആകാം. അതുകൊണ്ട് തന്നെ അത് തന്നെ അത്തരത്തിലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ റിപ്പീറ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ
റിപ്പീറ്റായിട്ട് ഇങ്ങനെ അവർ നിങ്ങളെ ലൈഫിൽ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ് എന്നുള്ളത് റിപ്പീറ്റായിട്ട് അവർ ഓരോ നിമിഷവും, അതായത് ഓരോ രാത്രിയും അവരുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ. അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഓരോ നിമിഷങ്ങളും അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സന്തോഷം, അങ്ങനെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന രാത്രി സമയങ്ങളൊക്കെ അവർ ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു സന്തോഷം മറ്റൊരു കാര്യത്തിലും അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ ഒരു സമയം അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയ ഒരു ഹാപ്പിനെസ് എന്നൊക്കെ അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ ലൈഫിൽ ഒട്ടും തന്നെ ഒരു കംഫോർട്ടല്ല. ഈ ഒരു സെപ്പറേഷൻ മേ ബി ഒത്തിരി നാളുകളായിട്ടുള്ളതായിരിക്കാം. ചിലപ്പോൾ ഒരു 4 മന്ത്സോ അല്ലെങ്കിൽ 8 മന്ത്സോ അതിൽ കൂടുതലോ നാളുകളായിട്ടുണ്ടാവാം. ഇത്രയും കാലം ഒരു ഡിസ്റ്റൻസിൽ ഇരുന്ന് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് കുറഞ്ഞ സമയം മുതൽ അവർക്കൊരു ലൈഫിനോട് വളരെ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ലൈഫിൽ മറ്റൊരു കാര്യങ്ങളും അവർക്കൊരു സംതൃപ്തി കിട്ടുന്നില്ല, അല്ലെങ്കിൽ സന്തോഷം നൽകുന്നില്ല അവർക്ക്. ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയം മുതൽ അവർ ഒരുപാട് ലൈഫുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കണക്റ്റ് ആയി പോയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു തടസ്സം തടസ്സം അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരൊരിക്കലും താല്പര്യപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് മറികടക്കണം. ഈ വ്യക്തി എല്ലാ രാത്രികളും ചിന്തിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇമോഷണൽ വിഡ്രോവൽ ആണ് അവരിപ്പോൾ നടത്തുന്നത്. അതായത് അവർ ചിന്തിക്കുന്നത് അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകണം, നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകണം എന്ന് തന്നെയാണ്. അപ്പം അവരുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാകാം. എങ്കിലും ഒരിക്കലും അവർ നിങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയാലും വീണ്ടും വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് ഒരു തിരമാല എന്ന പോലെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. എല്ലാ നിമിഷങ്ങളിലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ അത്രയും ഒരു ഇമോഷണൽ ആകുന്നുണ്ട്, അത്രയും അവർ ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഒരുപാട് ചോയ്സസ് അവരുടെ മുന്നിലുണ്ട്, ഒരുപാട് ഓപ്ഷൻസും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു റൈറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴും അവർക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത് ആ വ്യക്തി. ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ അവർക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എങ്കിലും എങ്കിലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേരൽ അവർ സ്വപ്നം കാണുന്നുണ്ട്. ആ ഒരു കാര്യം അവരിലേക്ക് വന്നു ചേരും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു സമയത്ത് ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി കുറവാണെങ്കിൽ പോലും ഒത്തിരി നാളുകൾക്ക് ശേഷവും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഓവറായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് അവർ വെക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിക്ക് അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകൾ തന്നെയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ഈ ഒരു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയുമാണ് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. all messages from your person. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ്? ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, I love you because I will never get tired of spending time with you. Yes, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, കാരണം നിങ്ങളുടെ കൂടെ ഞാൻ ചിലവഴിച്ച സമയങ്ങളൊന്നും എന്നെ ടയേർഡ് ആക്കിയിട്ടില്ല. ഇനിയും നിങ്ങളുടെ കൂടെ ചിലവഴിക്കണം സമയമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഞാൻ എൻ്റെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗദർ. ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇവർക്ക് ഒത്തിരി പ്രതീക്ഷയാണുള്ളത്. നമ്മൾ റീഡിങ് കണ്ടു, ഇവർ പ്രതീക്ഷിക്കുകയാണ് ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരുമെന്ന ഒരു കാര്യം. ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. നിങ്ങൾക്ക് അറിയുന്നതിലും കൂടുതലായിട്ട് ഇവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി. യെസ്, ഈ ഒരു സമയത്ത് അവരോട് ക്ഷമിക്കണമെന്നാണ് അവർ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട്, ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവർക്ക് ഒത്തിരി ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളും പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. അതൊന്നും നിങ്ങളുടെ അടുത്ത് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത്. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളെ അവർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. യെസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഐ മിസ് യു, ഐ മിസ് യു, ഐ മിസ് യു. ഓക്കെ, വളരെയധികം മിസ് ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഐ നെവർ ലവ്ഡ് എനി വൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. ഓക്കെ, അവരവരുടെ ലൈഫിൽ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. റീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് റീഡിങ്. ഓക്കെ 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 ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2023 എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. 2023, 21 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്പർ 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക്, കവളിൽ ലെഫ്റ്റ് സൈഡിലെ കവളിൽ ഒരു മറുക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയോ അങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 2000 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചത് ആ ഒരു കാര്യം ഈസ് പോസിബിൾ, അത് നടക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങളുടെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. 2 months വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ടുഡേ, യെസ്, പോസിബിലിറ്റി. ടാറ്റു ഓൺ നെക്ക്, വീണ്ടും നമുക്ക് ടാറ്റു ഓൺ നെക്ക്, നെക്കിലൊക്കെ ടാറ്റു ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരായിരിക്കാം. അക്കൗണ്ടന്റ്, സാമ്പത്തികപരമായ അക്കൗണ്ടിങ് സെക്ഷനിലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. 32 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചെസ്സ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ചെസ്സ് കളിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചെസ്സ് കളിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അത് ചെസ്സ് കളിക്കാനൊക്കെ ക്രേസ് ഉള്ളവരായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എബ്രോഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡൊക്കെ ഉള്ള ആളുകളായിരിക്കാം, വിദേശത്തൊക്കെ ഉള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 2 months, 2 മാസം ഒരു പോസിബിലിറ്റിയാണ് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. മെസ്സി ഹെയർ സ്റ്റൈൽ, ഓക്കെ, മെസ്സി ആയിട്ട് വളരെ മെസ്സി എന്ന് പറഞ്ഞാൽ കുറച്ച് അലക്ഷ്യമായ രീതിയിൽ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഇടുന്നവർ, അത്തരത്തിൽ ഹെയർ സ്റ്റൈൽ ഇടുന്ന ആളുകൾ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇടുന്ന അങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള ആളുകളായിരിക്കും. നമ്പർ 22, 35 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്പർ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. റൈഡിങ്, ഓക്കെ, റൈഡിങ് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. റൈഡർ, ഓക്കെ, വളരെ റൈഡിങ് കിട്ടിയ നമുക്ക് റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെഹിക്കിൾസ് ഒക്കെ റൈഡ് ചെയ്യാനൊക്കെ ഒത്തിരി ആഗ്രഹമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. വൈറ്റ് കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോ ഇപ്പോൾ വൈറ്റ് കളേഴ്സ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ വൈറ്റ് കളേഴ്സ്, വൈറ്റ് ഫെതേഴ്സ് ഒക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.